ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2024-2025 സാമ്പത്തിക വർഷം ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിയിരിപ്പുണ്ടായിരുന്നത് 9,667 കോടി രൂപയാണ്. പക്ഷേ ചെലവഴിച്ച കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ എത്രയാണ് വർഷ? 9,994 അല്ലേ? യെസ്. അപ്പോൾ ഏകദേശം 327 കോടി രൂപയുടെ വ്യത്യാസമുണ്ട്. അധികം രൂപ, അതായത് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാളും അധികം രൂപ ആരോഗ്യ മേഖലയ്ക്കായി ചെലവഴിച്ചിട്ടുണ്ട്. നിർഭൻ ചക്രവർത്തിയുടെ വിശദാംശങ്ങളുമായി പല മേഖലകളിലും കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ പോലെയാണ് ആരോഗ്യ മേഖലയിലെയും ഈ നേട്ടം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ കണക്കുകൾ. നിർഭൻ, തീർച്ചയായും ആരോഗ്യ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ വകയിരുത്തലുകൾ നൽകിയില്ലെന്നും വെട്ടിച്ചുരുക്കിയെന്നുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അദ്ദേഹം കണക്കുകൾ നിരത്തി, സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച കണക്കുകൾ നിരത്തിയാണ് മന്ത്രി ഫേസ്ബുക്കിൽ മറുപടി നൽകിയിരിക്കുന്നത്. തെറ്റായ കണക്കുകളും വാർത്തകളും പ്രചരിപ്പിക്കുന്നത് തള്ളിക്കളയണമെന്നും മന്ത്രി പറയുന്നു. ആരോഗ്യ മേഖലയ്ക്ക് ബഡ്ജറ്റ് വകയിരുത്തലിൽ നടത്തിയിട്ടില്ല എന്നത് വ്യാജ പ്രചരണമാണ്. മാത്രമല്ല, അദ്ദേഹം കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 9,667 കോടി രൂപയായിരുന്നു ആരോഗ്യ മേഖലയിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ സർക്കാർ 9,994 കോടി രൂപ അനുവദിച്ചു നൽകി. ചെലവ് കണക്കാക്കുകയാണെങ്കിൽ 103%. അതായത് അനുവദിച്ച തുകയേക്കാൾ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നതാണ്. നടപ്പ് വർഷം മാത്രം 10,432 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തലുള്ളത്. അതിൽ 2,504 കോടി രൂപ ഇപ്പോൾ നിലവിൽ തന്നെ കൈമാറിക്കഴിഞ്ഞു. അതായത് 3 മാസത്തിനുള്ളിൽ ആകെ ബഡ്ജറ്റ് വകയിരുത്തലിന്റെ 4 തുകയും നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട്. 2021-22 അനുവദിച്ചത് 8,266 കോടി രൂപയാണ്. ചിലവഴിച്ചത് 11,361 കോടി. അതായത് അനുവദിച്ച തുകയേക്കാൾ 10 മടങ്ങ് തുക ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ. അതായത് 137% തുക ചിലവഴിച്ചിട്ടുള്ളത്. 2022-23 9,425 കോടി വകയിരുത്തിയിരുന്നുവെങ്കിൽ 9,675 കോടി രൂപ അനുവദിച്ചു. ചിലവഴിച്ചത് 103%. അങ്ങനെ എല്ലാ വർഷവും സാമ്പത്തിക വർഷത്തിൽ അനുവദിക്കുന്നത് പരമാവധി തുക, അതിനേക്കാൾ കൂടുതൽ തുക ചിലവഴിക്കുന്നു. ആ ചിലവഴിക്കാനുള്ള ഒരു തരത്തിലുള്ള ട്രഷറി നിയന്ത്രണവും ആരോഗ്യ മേഖലയിലെ പണം ചിലവഴിക്കുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 770 തസ്തികകളാണ് ആരോഗ്യ മേഖലയിൽ പുതുതായി അനുവദിച്ചത്. അത്യാധുനിക ചികിത്സാ രീതികൾക്ക് ഇടാനായി. ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ മുഴുവൻ മറച്ചുവെച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ സർക്കാർ ട്രഷറി നിയന്ത്രണമില്ലാതെ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കാനുള്ള അനുവാദം നൽകുമ്പോൾ പോലും, അങ്ങനെയുള്ള കണക്കുകൾ ഉള്ളപ്പോഴും പോലും വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് മാധ്യമങ്ങളും ചിലർ നടത്തുന്നത്. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. വർഷ. ശരി, നിർഭൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ആരോഗ്യ മേഖലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ന് പല മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് ചെലവഴിച്ച തുകകളെക്കുറിച്ചും കണക്കുകളെക്കുറിച്ചും സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന് കൃത്യമായിട്ടുള്ള മറുപടിയുമുണ്ട്. ആ മറുപടിയാണ് കണക്കുകൾ സഹിതം ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത്. ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുകയാണ് ആരോഗ്യ മേഖലയ്ക്കായി ചെലവഴിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ സർക്കാർ യാതൊരു തരത്തിലുള്ള നിസ്സംഗതയും കാട്ടിയിട്ടില്ല. ആ നിലയിലുള്ള മാധ്യമ വാർത്തകളെല്ലാം പൊള്ളയാണ്.